ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നിവാ ഡിസൈൻസിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്നത് അടിപൊളി സൽവാസിന്റെ കളക്ഷൻസ് ആണ്. നല്ല പാർട്ടി വെയറിന് പറ്റുന്ന, ഈവൻ നമുക്ക് റെഗുലർ യൂസിനും പറ്റുന്ന മണിപ്പൂരി സിൽക്കിൽ വരുന്ന അടിപൊളി സൽവാസ് ആണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. നമ്മൾ കുർത്തി ചെയ്ത് ഇപ്പം വായിൽ കുർത്തിന്ന് വരുന്ന ഒരു അവസ്ഥയെ. ഇപ്പൊ ഞാൻ ആദ്യം കാണിക്കുന്നത് ഒനിയൻ പിങ്ക് ആണ് കേട്ടോ. ശരിക്കും നല്ല രസമാണ്. മണിപ്പൂരി സിൽക്കാണ്. മണിപ്പൂരി സിൽക്കിന് വാഷ് ചെയ്ത് കഴിഞ്ഞാലും കംപ്ലൈന്റുകളൊന്നും വരാറില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ വാഷ് ചെയ്ത കളർ പോകുന്ന ഒരു ഫാബ്രിക് അല്ല കേട്ടോ. ഇത് ഒരു കണ്ടു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെമി ടെസറിനോട് ഫീലിങ്സ്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സെമി ടെസറിനോട് സിമിലാരിറ്റി തോന്നുന്ന രീതിയിലുള്ള ഒരു ഫാബ്രിക് ആണ് ശരിക്കും. നിങ്ങൾക്ക് നോക്കുമ്പോ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. നല്ല ഭംഗിയാണ് ഈ കളർ കാണാൻ. ഈ കളറിൽ ഈ കട്ട് ബീഡ്സ് വിത്ത് ഷുഗർ ബീഡ്സിന്റെ വർക്ക് സെയിം കളർ തന്നെ, ഒരു ഒനിയൻ പിങ്ക് കളറിലാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കാണാൻ ഭയങ്കര അട്രാക്റ്റീവ് ആണ് കേട്ടോ. ഈ ഒരു ഇത് ശരിക്കും ഹാൻഡ് എംബ്രോയിഡറി വർക്കാണ്. ഈ ഒരു വർക്ക് ചെയ്യാൻ തന്നെ നമുക്ക് ഈ സൽവാറിന്റെ വിലയൊക്കെ കൂടുതൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇൻഡിവിജ്വലി ചെയ്യിക്കുകയാണെങ്കിൽ നല്ല റേറ്റ് വരും. അത്രയും ഹെവി ആയിട്ടാണ് ഈ വർക്ക് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. കാരണം അത്രയും ടൈം എടുത്ത് ചെയ്യേണ്ട ഒരു വർക്ക് കൂടിയാണിത്. ഇതിന്റെ റേറ്റ് വരുന്നത് 1650 വരുന്നുള്ളൂ കേട്ടോ. കാരണം നമ്മൾ ബൾക്കായിട്ട് ഓർഡർ ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് ഇത്രയും ചെറിയൊരു റേറ്റിൽ നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കുന്നത്. നല്ല രസമാണ് കേട്ടോ കാണാൻ. ഈ ഒരു കളർ ഭയങ്കര അട്രാക്റ്റീവ് ആണ്. 1650 ആണ് വരുന്നത്. ഇതിന്റെ ഈ ഒരു യോക്കേരിയിൽ വരുന്ന വർക്ക് മാത്രമല്ല, ഇതിന്റെ ദുപ്പട്ട അതുപോലെ തന്നെ അടിപൊളിയാണ്. മനസ്സിലാവുന്നുണ്ടാവല്ലോ അല്ലെ? നല്ല ഭംഗിയാണ് കാണാൻ. ആ ഒനിയൻ പിങ്ക് കളറിൽ തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊക്കെ ഡാർക്ക് കളറിലുള്ള ലീഫ് വർക്കാണ്, മെഷീൻ എംബ്രോയിഡറി വർക്കാണ് വന്നിരിക്കുന്നത്. ഫ്ലവേഴ്സ് ആണെങ്കിൽ നല്ല അട്രാക്റ്റീവ് ആണ് കാണാൻ. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മള് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴേക്കും നല്ലൊരു ശരിക്കും 1650 ഒന്നല്ല, അബൌട്ട് 2500 റേഞ്ചില് വിലമതിപ്പ് തോന്നുന്ന നല്ലൊരു സൽവാർ ആയിരിക്കും. ഇതിന്റെ കൂടെ വരുന്നത് സെമി സിൽക്ക് ഇത് സോഫ്റ്റ് സാൻഡൂൺ ആണ് കേട്ടോ. സാൻഡൂൺ ഫാബ്രിക്കിൽ വരുന്ന ബോട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ഒരു ഫാബ്രിക് ആണ് കേട്ടോ. അടുത്തത് വരുന്നത് ഇതിന്റെ തന്നെ ലാവൻഡർ കളറിൽ വരുന്ന ഒരു സൽവാർ ആണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഒരു ഭയങ്കര അട്രാക്റ്റീവ് ആണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, പറഞ്ഞു തരാൻ അറിയില്ല, അത്രയും രസമാണ് ഇതിന്റെ വർക്ക് കാണാൻ. ഈ ഒരു ബീഡ്സ് വർക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മണിപ്പൂരി സിൽക്ക് ഫാബ്രിക്കിൽ ശരിക്കും ഒരു ഡബിൾ ടോൺ തോന്നുന്ന രീതിയിലാണ് ഈ ഒരു മെറ്റീരിയൽ വരുന്നത്. ഈ ഒരു മെറ്റീരിയല് ഈ ഒരു സ്റ്റോൺ വർക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കളറിന് തന്നെ ഭയങ്കര അട്രാക്റ്റീവ് ആക്കി മാറ്റുന്നത്. അതിന്റെ കൂട്ടത്തിൽ വരുന്ന സെയിം ടോണിൽ തന്നെയുള്ള ഓർഗൻസ ദുപ്പട്ടയാണ്. ശരിക്കും പറഞ്ഞാൽ ഓർഗൻസ ദുപ്പട്ട എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള ഐറ്റം അല്ലേ? നോക്കി നോക്ക്, നല്ല വീതിയുണ്ട്, അതേപോലെ നല്ല ലെങ്തിയാണ്. സൈഡിലാണെങ്കിൽ താഴെ ഭാഗത്ത് ക്രോഷോ ലേസ് വരുന്നുണ്ട്. നല്ല ഫിനിഷിംഗിലാണ് വന്നിരിക്കുന്നത്. അടുത്തത് വരുന്നത് ഒരു ഒലീവ് ഗ്രീൻ കളറിലാണ്. സെയിം ടോണിലാണ് വന്നിരിക്കുന്നത്. സെയിം ടോണിലുള്ള മെറ്റീരിയൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അറിയാം, കുറച്ച് ശരീരഘടന കൂടുതലുള്ളവർക്കാണെങ്കിലും ഒന്നും കൂടെ സ്ലിം ആയിട്ട് തോന്നാനായിട്ട് സഹായിക്കും. ഈ കളറിൽ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കളർ കോമ്പിനേഷൻ, സെലക്ഷൻ ഓഫ് കളർ തന്നെയാണ് ഇതിൽ ഏറ്റവും അട്രാക്റ്റീവ്. എല്ലാം തന്നെ കുറച്ച് വ്യത്യസ്തമായ കളറിലാണ് ഇത് വന്നിരിക്കുന്നത്. ഇതിന്റെ ബോട്ടം വരുന്നത് സാൻഡൂൺ തന്നെയാണ് കേട്ടോ. സോഫ്റ്റ് സാൻഡൂൺ ഫാബ്രിക്കിലാണ് വരുന്നത്. അടുത്തത് വരുന്നത് ഐവറി കളറിൽ. നമുക്ക് ബാപ്റ്റിസം പോലെയുള്ള ഫങ്ഷൻസിനൊക്കെ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് സ്യൂട്ടബിൾ ആയിരിക്കുന്ന ഒരു കളർ കൂടിയാണ് ഇത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കാണുമ്പോൾ ഭയങ്കര സിമ്പിൾ ആണ്, എന്നാ നല്ല ഒരു ലക്ഷറി ലുക്ക് തരുന്ന നല്ല ഒരു സൽവാർ മെറ്റീരിയൽസ് ആണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇതിന്റെ ഭംഗി കൊണ്ട് എന്താ പറയേണ്ടതല്ല, അത്ര നല്ല ഭംഗിയാണിത് കാണാൻ. അടുത്തത് വരുന്നത് ഒരു ഓറഞ്ച് ഷെയ്ഡിലാണ്. അധികം ഓറഞ്ചിൽ നമ്മൾ കാണാറില്ലല്ലോ. ഇപ്പൊ കുറെ ആയിട്ട് ഞാൻ ഓറഞ്ച് ഷെയ്ഡ് അധികം കാണിക്കാറില്ല. ഇത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ലൈറ്റാണ്. വാഷ് ചെയ്ത് കഴിഞ്ഞാൽ കളറ് പോകില്ല എന്നുള്ളതിന് ഉറപ്പാണ്. കാരണം ഞാൻ ഇതേ സെയിം ഫാബ്രിക് തന്നെ വന്ന സമയത്ത് ഒരെണ്ണടുത്ത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്റ്റിച്ച് ചെയ്ത് യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്തിട്ടും ഉണ്ടായിരുന്നു. നോർമൽ വാഷ്, യാതൊരുവിധ കംപ്ലൈന്റും ഇല്ലാത്തൊരു ഫാബ്രിക് ആണ് കേട്ടോ. അടുത്തത് ഡിസൈൻ ഡിഫറൻസ് വരുന്നുണ്ട്. ഇത് മണിപ്പൂരി സിൽക്ക് ഫാബ്രിക്കിലാണ് വന്നിരിക്കുന്നത്. ഇതിന്റെ ബോട്ടം വരുന്നത് കോട്ടൺ ആണ്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവുമല്ലോ.
ലൈക്ക് ഇതിൽ വന്നിരിക്കുന്ന ശരിക്കും ഇതിലും അതുപോലെ തന്നെ നല്ല ഹെവി ആയിട്ടുള്ള വർക്കാണ് വന്നിരിക്കുന്നത്. ഫുള്ളായിട്ട് ഷുഗർ ബീഡ്സ് വെച്ചിട്ടാണ് വർക്ക് ചെയ്തിരിക്കുന്നത്. ഇത് എംബ്രോയിഡറി അല്ല, ഷുഗർ ബീഡ്സ് വർക്ക് ചെയ്തിട്ട് ഇതിന് ബോർഡർ കൊടുത്തിരിക്കുന്നത് മെഷീൻ വർക്ക് കൊണ്ടും ബോർഡർ കൊടുത്തിട്ടുണ്ട്. ബുള്ളി നോട്ട്സ് വന്നിട്ട് അതിനകത്ത് പേൾസ് വന്നിട്ടുണ്ട്. നല്ല രസമാണ് കേട്ടോ വർക്ക് കാണാൻ. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ശരിക്കും പറഞ്ഞാൽ ഹെവി വർക്കൊന്നുമല്ല, സിമ്പിൾ ആണ് നോക്കുമ്പോൾ. പക്ഷെ ഇത് ശരിക്കും നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു ഹാൻഡ് എംബ്രോയിഡറി വർക്കാണ്. കാരണം ഇത്രയും ഒന്ന് ഡിസൈൻ ചെയ്തെടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരുപാട് ടൈം നമ്മൾ സ്പെൻഡ് ചെയ്ത് ചെയ്യേണ്ട ഒരു വർക്ക് കൂടിയാണ്. ഇത് ശരിക്കും ഈ ഒരു വർക്ക് സിമ്പിൾ ആണ്. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ടോപ്പില് ഒരുപാട് വർക്കൊന്നും വേണ്ട. എന്നാ കാണുമ്പം നല്ല സ്റ്റൈലിഷ് ആയിരിക്കണമെന്ന് എക്സ്പെക്ട് ചെയ്യുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ്. ഇതിന് റേറ്റും വളരെ കുറവാണ്. 1320 വരുന്നുള്ളൂ. ഇതിലും സെറ്റ് ചെയ്തിരിക്കുന്നത് ഓർഗൻസയുടെ ദുപ്പട്ടയാണ്. ഇതിൽ വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിന്റെ 2 ബോർഡറിലാണ് വർക്ക് വന്നിരിക്കുന്നത്. ചില ഫ്ലവേഴ്സിന്റെ ഒരു വർക്കാണ് വന്നിരിക്കുന്നത്. ഫുൾ ബോർഡറിൽ വന്നിട്ട് ഉള്ളില് സിമ്പിൾ ആണ് വന്നിരിക്കുന്നത്. ഈവൻ നമുക്ക് ഒരു 2 സൈഡ് ദുപ്പട്ടയായിട്ട് യൂസ് ചെയ്താൽ പോലും നമുക്ക് കണ്ടില്ലേ നല്ല രസമാണ്. സിമ്പിൾ ആണ്, അതേസമയം ഹെവി അല്ല, എന്നാൽ നല്ല ഭംഗിയുള്ള ഒരു കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത്. ഇതിന്റെ റേറ്റ് 1320 വരുന്നുള്ളൂ. അടുത്തത് വരുന്നത് മെറൂൺ കളറാണ്. ഇതിന്റെ ഇനിയിപ്പോ കളർ ചേഞ്ച് മാത്രമേ ഉള്ളൂ. സെയിം തന്നെ ഫാബ്രിക്കിലും സെയിം പോലത്തെ തന്നെ ഡിസൈൻ ആണ്. ഈ ഡിസൈനിൽ വരുന്ന കളേഴ്സിന് മാത്രമാണ് കേട്ടോ ഡിഫറൻസ് വരുന്നത്. ഇതും ഓർഗൻസ ദുപ്പട്ടയിലാണ് വന്നിരിക്കുന്നത്. ഇതിന്റെ ബോട്ടം വരുന്നത് കോട്ടൺ ആണ് കേട്ടോ. അടുത്തത് ബർഗണ്ടി കളറിലാണ് വന്നിരിക്കുന്നത്. നമ്മൾ കുറച്ചു കാലമായിട്ട് സ്ഥിരമായിട്ട് ഇപ്പൊ കുർത്തിയിടാൻ തുടങ്ങിയപ്പോൾ ഒരുപാട് പേര് സൽവാസ് എൻക്വയറി ചെയ്തിട്ടുണ്ടായിരുന്നു. സൽവാസ് വേണം, അത് ഓർഗൻസ ദുപ്പട്ട വെച്ചിട്ടുള്ള സൽവാസിനാണ് ഏറ്റവും കൂടുതൽ എൻക്വയറി ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് നമ്മളിപ്പം ഇന്നത്തെ ഇതിൽ മെയിൻ ആയിട്ടും ഓർഗൻസ ദുപ്പട്ടയുടെ ഐറ്റംസ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അടുത്തത് വരുന്നതും ഒരു റോയൽ ബ്ലൂ കളറിലാണ്. എന്ത് രസമാണ് ഇതിന്റെ ഈ വർക്കാണ്, ഭയങ്കര ഭംഗിയാണ് കേട്ടോ കാണാൻ. ഇതൊരു ശരിക്കും ആ പീച്ച് കളറിലെ കോമ്പിനേഷൻ അടിപൊളിയാണ്. ഇതിന്റെ ദുപ്പട്ട വരുന്നത് ഈ രീതിയിലായിരിക്കും. അടുത്തത് ഒരു ബഡ്ജറ്റ് ബൈ ഐറ്റാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ക്ലൈമറ്റിന് സ്യൂട്ടബിൾ ആവുന്ന സെമി ലിനൻ ഫാബ്രിക്കിൽ വരുന്ന ഒരു മെറ്റീരിയൽ ആണ്. ശരിക്കും ഇതിൽ വരുന്നത് ഈ ഒരു ഫ്ലവറിനകത്ത് കട്ട് വർക്ക് വരുന്നുണ്ട്. കട്ട് വർക്കിന്റെ സൈഡിൽ വരുന്ന ഒരു പോർഷനിൽ കട്ട് വർക്ക് ചെയ്യുന്ന ആ ഒരു പോർഷനിൽ വരുന്ന കളർ ചേഞ്ച് ആണ് കേട്ടോ ഇത്. ഇതിന്റെ ഫുൾ ബോഡിയിൽ ഈ രീതിയിലായിരിക്കും ഡിസൈൻ വരുന്നത്. ഇതിന്റെ ദുപ്പട്ടയാണ് ശരിക്കും ഇതിന്റെ ഏറ്റവും അട്രാക്റ്റീവ് പോർഷൻ. ഫുള്ളായിട്ട് എംബ്രോയിഡറി വർക്ക് വരുന്ന ഒരു ദുപ്പട്ടയാണ്. ദുപ്പട്ടയിലും ഇതുപോലെ തന്നെ കട്ട് വർക്ക് വരുന്നുണ്ട്. ഇതിന്റെ റേറ്റ് വരുന്നത് 1060 ആണ്. ഇതും ഒരു സെമി ലിനൻ ഫാബ്രിക്കിലാണ് ദുപ്പട്ടയും വന്നിരിക്കുന്നത്. ടെസൽസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ബോട്ടം വരുന്നത് കോട്ടൺ ആണ് കേട്ടോ. 1060 ആണ് ഇതിന്റെ റേറ്റ് വരുന്നത്. അടുത്തത് ഇതിന്റെ തന്നെ ഒരു ബബിൾഗം കളറാണ് വന്നിരിക്കുന്നത്. ബഡ്ജറ്റ് ബൈ ആയിട്ടുള്ള റേറ്റ് ആണ് കേട്ടോ. ശരിക്കും ഇത് ലിനൻ ഫാബ്രിക് എന്ന് പറയുമ്പോൾ ശരിക്കും ഈ ക്ലൈമറ്റിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഫാബ്രിക് കൂടിയാണ്. അതായത് ഒതുങ്ങിക്കിടക്കണം, നല്ല ബോഡിയോട് ഒട്ടിക്കിടക്കണം ഡ്രസ്സ് എന്ന് എക്സ്പെക്ട് ചെയ്യുന്നവർക്ക് നല്ലൊരു ഐറ്റം ആണ്. ലൈക്ക് നമുക്ക് നല്ല 2 സൈഡിലും ദുപ്പട്ട ഇടാനും പറ്റും. ദുപ്പട്ട നല്ല രസത്തിൽ 2 സൈഡിൽ ഇട്ട് കഴിഞ്ഞാൽ നല്ല ലെങ്ത്തും കിട്ടും. അതേപോലെ തന്നെ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ്. ഫുൾ ബോഡിയിൽ നല്ല വർക്ക് വരുന്നുണ്ട്. അടുത്തത് വരുന്നത് ഇതിന്റെ തന്നെ ഒരു പിങ്ക് ഷെയ്ഡ് ആണ്. ദുപ്പട്ട വരുന്നത് ഈ രീതിയിലായിരിക്കും. ബോട്ടം വരുന്നതും പിങ്ക് തന്നെയാണ് കേട്ടോ. അടുത്തത് വരുന്നത് സീഫോം കളറാണ്. സീഫോം കളറിലാണ് വന്നിരിക്കുന്നത്. ഇതിന്റെ ദുപ്പട്ട വരുന്നത് സെയിം ടോണിൽ തന്നെയാണ്. ഇന്ന് കാണിച്ച എല്ലാം തന്നെ സെയിം ടോണിലാണ് വന്നിരിക്കുന്നത്. അടുത്തത് വരുന്ന ഒരു ഗ്രേ ഷെയ്ഡിലാണ് കേട്ടോ. നല്ല രസമാണ് കാണാന്. ഇതിന്റെ ദുപ്പട്ട ബോട്ടം കോട്ടൺ ആണ്. സെയിം ടോണിൽ തന്നെയുള്ള ബോട്ടാണ് വന്നിരിക്കുന്നത്.
ഇതിന്റെ ഇമ്പോർട്ടൻസ് ഇതിന്റെ റേറ്റ് തന്നെയാണ്. 1060 ആണ് ഇതിന്റെ റേറ്റ് വരുന്നത്. ശരിക്കും നമുക്ക് എന്താ പറയാ ഭയങ്കര ബഡ്ജറ്റ് ബൈ ആയിട്ടുള്ള ഒരു പാർട്ടി വെയർ കം റെഗുലർ യൂസിന് പറ്റുന്ന നല്ലൊരു സൽവാർ ആണിത്. ഇനി കുറച്ച് റീസ്റ്റോക്ക് ഐറ്റംസ് ആണ് ഞാൻ കാണിക്കുന്നത്. നമുക്ക് ഒരുപാട് നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്ന ഐറ്റം ആണ്. അതിൽ ഭയങ്കര എൻക്വയറി ഉണ്ടായിരുന്ന ഒരു ഐറ്റം ആയിരുന്നു ഖാദി സിൽക്ക്. മിഡിലായിട്ട് ക്രോഷ്യോ ലേസ് ഒക്കെ വന്നിട്ട് രണ്ട് സൈഡിലും ബുള്ളി നോട്ട്സ് ഒക്കെ വെച്ചാൽ അടിപൊളി ഡിസൈൻ ആണ് വന്നിരിക്കുന്നത്. ഇതിന്റെ കൂടെ സെറ്റ് ചെയ്തിരിക്കുന്ന ദുപ്പട്ട വരുന്നത് ഓർഗൻസ ദുപ്പട്ടയാണ്. അത് ഭയങ്കര കളർഫുൾ അല്ല, കുറച്ച് സിമ്പിൾ ലൈറ്റ് കളറിൽ സെയിം ടോണിൽ തന്നെ വരുന്ന മെഷീൻ എംബ്രോയിഡറി വർക്കിലാണ് ചെയ്തിരിക്കുന്നത്. ശരിക്കും കുറച്ച് ഒരു 40+ ഉള്ളവർക്കൊക്കെ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് സിമ്പിൾ ആയിരിക്കണം, ഒരുപാട് ഹെവി ആയിട്ട് ഫീൽ ചെയ്യാൻ പാടില്ല എന്നൊക്കെ എക്സ്പെക്ട് ചെയ്യുന്നവർക്ക് നല്ലൊരു ഐറ്റം ആയിരുന്നു കേട്ടോ. ഒരുപാട് എൻക്വയറി ഉണ്ടായിരുന്നു, നമുക്ക് അന്ന് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. 1470 ആണ്. കോട്ടൺ ബോട്ടാണ് വരുന്നത്. ഇതൊരു ഗോൾഡൻ യെല്ലോ കളറാണ്. ഇതിന്റെ ദുപ്പട്ട വരുന്നതും സെയിം ടോണിൽ തന്നെയാണ് കേട്ടോ. ഇതും 1470 ഐറ്റം ആണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വാഷ് ചെയ്താലും വലിയ കംപ്ലൈന്റ് ഒന്നും വരാത്ത നല്ലൊരു ഐറ്റം ആണ്. കുറച്ച് കട്ടിയുള്ള ലൈനിങ് വെച്ച് അടിക്കണമെന്നേ ഉള്ളൂ. നല്ല രസമാണ് കേട്ടോ കാണാൻ. അതായത് ഒതുങ്ങി കിടക്കും, നമ്മുടെ ശരീരത്തിൽ നമ്മൾ ഇടുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ഒതുങ്ങി നിൽക്കുന്ന രീതിയിലാണ് ഇത് വന്നിരിക്കുന്നത്. അടുത്തത് ഒരു പീച്ച് കളറിലാണ് വരുന്നത്. ഇതിന് നമുക്കൊരു 4 കളറെ ഇപ്പം റീസ്റ്റോക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. വേറെ കളേഴ്സ് നമുക്ക് അഡീഷണൽ കിട്ടുമ്പോൾ ഞാൻ നിങ്ങളെ അറിയിക്കാം കേട്ടോ. അടുത്തത് വരുന്നത് ഇതിന്റെ തന്നെ ഒരു പിങ്ക് ഷെയ്ഡാണ്. ഇതിന്റെ ദുപ്പട്ട ഇതാണ് കേട്ടോ വരുന്നത്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇത്രയും ഐറ്റംസ് ആണ് നിങ്ങൾക്ക് വേണ്ടി ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന. ഈ സൽവാസിൽ ഏതെങ്കിലും ഇഷ്ടമായ പർച്ചേസ് ചെയ്യാൻ നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യേണ്ടതാണ്. നമ്മളുടെ പേജ് യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് നമ്മുടെ പേജ് അതിലും വാച്ച് ചെയ്യാവുന്നതാണ്. താങ്ക്